ഞങ്ങളുണ്ടല്ലോ ഇന്നലെ വൈകിട്ട് അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നേ. ഇവിടെ അടുത്ത് ചേച്ചിക്ക് ഉത്സവം കൂടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ ഇന്നലെ അപ്പൊ കൊറേ ദിവസമായിട്ട് ഉത്സവം കൊണ്ട് കാണിക്കാന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയി ഇന്നലെ അമ്പലം അടച്ച പരിപാടിയും കഴിഞ്ഞപ്പോ ഞങ്ങൾ അവിടെ ചെന്നു. പിന്നെ പട്ടാണിയും പറക്കി കഴിച്ചിട്ട് ഇങ്ങോട്ട് വന്നു. അപ്പം നമ്മൾ ഇന്ന് ലേറ്റ് ആയിട്ടാണ് കിടന്നത്. നല്ല രീതിക്ക് ലേറ്റ് ആയിട്ടാണ് ഞങ്ങൾ വന്നത്. പിന്നെ വർത്താനൊക്കെ പറഞ്ഞപ്പോൾ കിടന്നപ്പോൾ ലേറ്റ് ആയ. അപ്പൊ രാവിലെ അസോഷ്യൽ ലൈറ്റ് ആയിട്ടാണ് എണ്ണേറ്റത്. പക്ഷെ അമ്മ വന്നില്ലായിരുന്നല്ലോ അമ്പലത്തിൽ, ഞങ്ങൾ മാത്രമേ പോയിട്ടുണ്ടായിരുന്നേ. അപ്പൊ അമ്മ ഇന്ന് നമ്മുടെ ചന്തയിൽ പോയിട്ട് കുറച്ച് മീനും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ കുറച്ച് ദിവസം മീൻ വാങ്ങിക്കുന്നില്ലായിരുന്നു. അപ്പം ഇന്ന് 2-3 ടൈപ്പ് മീനൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. അതിന് ആർഭാടം അത് വാങ്ങിച്ചപ്പോ എല്ലാം കൂടെ ഒന്നിച്ച് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പൊ കാണിച്ചു തരാം. അമ്മ ക്ലീനിങ് ചെയ്തോണ്ടിരിക്കുകയാണേ. ഇതേ ഇങ്ങോട്ട് വന്നേ. ഇതേ ഇത് നോക്കി എല്ലാം കൂടെ ഒന്നിച്ച് വാങ്ങിച്ചിട്ടുണ്ട്. അതായത് ഇന്ന് അതെ സിലോപ്പി ഉണ്ട്, കരിമീനുണ്ട്, വേറെ കൂടെ കാണിച്ചു തരാം. ഇതേ കക്കാർച്ചി ഉണ്ട്. പിന്നെ വേറെന്താ വാങ്ങിച്ചത്? ഇത് 3 ഭാഗ്യം. ചേട്ടായി ഇന്നില്ല. അപ്പൊ ചേട്ടായി ഇല്ല. പപ്പ നോമ്പാണ്, ചേച്ചി നോമ്പാണ്. പക്ഷെ എനിക്ക് ഇറച്ചി മാത്രമേ ഉള്ളൂ. ചേച്ചി മീൻ കൂട്ടുന്നുണ്ട്. അപ്പം പപ്പ ഇല്ല, പപ്പ പണിക്ക് പോയി. പപ്പ ഇത് കഴിക്കത്തുമില്ല, ചേട്ടായും ഇല്ല. അപ്പൊ എല്ലാം കൂടെ വാങ്ങിച്ചപ്പോ ഒന്നിച്ച് കുറച്ച് ദിവസമായിട്ട് നല്ല മീനൊന്നും കിട്ടുന്നില്ല എന്നുള്ള സങ്കടം തീർക്കാൻ വേണ്ടി സർപ്രൈസ് ആയിട്ട് രാവിലെ വാങ്ങിച്ചിട്ടുണ്ട്. എന്തൊക്കെയുണ്ടായിരുന്നു അമ്മ വേറെ അവിടെ? മീനിന്റെ അങ്ങോട്ട് പോയി ഞാൻ നോക്കിയില്ല. ഇത് കക്കർച്ചി ചേച്ചി എടുത്ത് വാങ്ങിച്ച മറ്റേ നമ്മുടെ നമ്മളന്ന് വാങ്ങിച്ച അതെ. അപ്പൊ ഞങ്ങൾ നമുക്ക് മാത്രം കഴിച്ചു. വീഡിയോ കാണുമ്പോഴേ അറിയാം. അതില് കറക്റ്റ് 3 കരിമീനാണ്. അതെ അത് 3 കരിമീൻ, 3 സിലോപ്പിയ, ഞങ്ങൾ ഇന്ന് ഗേൾസ് ഉള്ളിയാണ്. അതെ ഞങ്ങള് ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് ദഹിച്ചു കഴിഞ്ഞിട്ട് വീഡിയോ അപ്പൊ നമ്മുടെ ഇന്നത്തെ പ്ലാനിങ് എന്ന് പറഞ്ഞാല് കക്കാർജി ഫ്രൈ ചെയ്യാന്ന് വിചാരിച്ച്. പിന്നെ സിലോപ്പിയും ഫ്രൈ അല്ലേ? സിലോപ്പി ഫ്രൈ അല്ല, നമുക്ക് നോക്കാം. വേറെ ഇന്നിപ്പം ഫിഷ് നിർവാണം ഉണ്ടാക്കാം നമുക്ക്. കരിമീൻ ഞാൻ കഴിച്ചിട്ടില്ല. ഞാൻ ഒറിജിനൽ കഴിച്ചിട്ടില്ല. അല്ല വീട്ടിൽ ചെയ്തിട്ടാണല്ലോ നീ കഴിച്ചിട്ടുണ്ടോ? ഇല്ലല്ലേ? അത് ഞാൻ കഴിച്ചിട്ടുണ്ട്. ഞാൻ കഴിച്ചിട്ടില്ല. നമുക്കൊരു ത്വര വരത്തില്ലേ, അത് ഭയങ്കര ഫേമസ് ആയതുകൊണ്ട്. അപ്പൊ നമുക്കിന്ന് സ്പെഷ്യൽ അത് ചെയ്യാം. പിന്നെ ഉച്ചകഴിഞ്ഞ് വേറെ കുറച്ച് പരിപാടിയുണ്ട്. അച്ചാച്ചനെ കാ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നേ, അതുകൂടെ ഞാൻ കാണിച്ചു തരാവേ. അപ്പൊ കാ കൊണ്ട് തന്നപ്പോഴത്തേനും അപ്പൊ നമ്മള് കാ ചെയ്യാന്ന് വിചാരിച്ചിട്ടതേ കേട്ടോ, ഇത്രയും കാ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അച്ചാച്ചൻ പറഞ്ഞ പഴുത്ത് പോകുന്നതിനേക്കാളും മുന്നേ ഇത് ചെയ്യണോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചിപ്സ് നമുക്ക് വൈകിട്ട് ഒത്തിരി ഉണ്ട് ഇത്. അപ്പൊ നമുക്ക് ചിപ്സ് വറക്കാം. ഒത്തിരി പണിയുണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഗൈസ്, അങ്ങനെ നമ്മൾ രാവിലെ കാണിച്ച കക്കാറച്ചി ചേച്ചി അമ്മയും കൂടെ വെച്ച്. ആരാ വെച്ചു? അന്ന് അതെ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഇല്ലായിരുന്നു, ഞാൻ ടൗണിൽ പോയേക്കുമായിരുന്നു. അപ്പൊ അതെ കക്കാറച്ചി വെച്ചിട്ടുണ്ട്. അവര് 2 കഴിക്കുന്നുണ്ട്. ഞാൻ ടൗണിൽ പോയപ്പോഴത്തേക്കും വെള്ളമൊക്കെ കുടിച്ചിട്ട് എന്താ കക്കാറച്ചി. ഞാൻ ടൗണിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കും കുറച്ച് വെള്ളവും കറികളൊക്കെ കുടിച്ചിരുന്നു ചൂടിന്. അതുകൊണ്ട് എനിക്ക് കഴിക്കാനായിട്ട് തോന്നണില്ല. ഞാനൊരു ഫ്രണ്ടും കൂടെ പോയേക്കുമായിരുന്നു ടൗണിൽ. അപ്പൊ അതെ ഇവര് കഴിക്കുവാണ്. അപ്പൊ വൈകിട്ടത്തേക്ക് ബാക്കി ഡിഷസ് നമ്മൾ വെക്കുന്നതായിരിക്കും. പിന്നെ വൈകുന്നേരം ഈവനിങ് നമ്മള് നേരത്തെ കാണിച്ച കായൊക്കെ ഇല്ലേ, അതൊക്കെ വറക്കാന്ന് പറഞ്ഞിരിക്കുവാണ്. എങ്ങനെയുണ്ടെന്ന് പറ കഴിച്ചിട്ട്. ഞാനല്ല ചെയ്തത്, അമ്മ ഉണ്ടാക്കുന്നത് നല്ലതാണ്. അതെ. അപ്പൊ എപ്പോഴും നമ്മൾ ചെയ്യുന്നതാണ്. കക്കാർച്ചിനെക്കാളും മുന്നേ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ വൈകുന്നേരത്തെ വിശേഷം കാണിക്കാം. അങ്ങനെ നമ്മുടെ കക്കാറച്ചിക്ക് ശേഷം നമ്മൾ അവതരിപ്പിക്കുന്ന അടുത്ത പരിപാടി ഫിഷ് നിർവ്വാണം. നമ്മള് രാവിലെ പുറത്തു പോയിട്ടൊന്നും ഒത്തിരി ലേറ്റ് ആയതുകൊണ്ട് കാ വറക്കാൻ പറ്റിയില്ല. ഇനി നാളത്തേക്ക് അതെ ഇനി കാ അടുത്ത ദിവസത്തേക്ക് വറക്കണം. അതുകൂടെ പക്ഷെ കാണിച്ചു തരാട്ടോ വീഡിയോയില്. പിന്നെ നമ്മള് ഉച്ചത്തേക്ക് രാവിലെ കാണിച്ച മീൻ ചട്ടി കിടന്ന് വറുത്ത് നല്ല അടിപൊളിയായിട്ട് ചേച്ചി നല്ല വറുത്ത് വെച്ചിട്ടുണ്ട്. നല്ല മസാലയൊക്കെ പിടിപ്പിച്ച് വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പിടിപ്പിച്ച് ഇതേ നമ്മള് അതിനുള്ള കൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പച്ചമാങ്ങ, ഇത് നമ്മുടെ മാവേലെ പച്ചമാങ്ങയാണ്. ആര് പറഞ്ഞു പിന്നെ നമ്മുടെ വീട്ടിലെ അങ്കിള് കൊണ്ടുവന്ന കേട്ടോ, പാല കൊണ്ടുവന്ന അങ്കിള് കൊണ്ടുവന്നു. സോറി ഗൈസ്. അങ്ങനെ നമ്മുടെ മാങ്ങ, തേങ്ങ, വേപ്പില, ഇഞ്ചി, പച്ചമുളക്, പിന്നെ നമ്മുടെ ഉപ്പും പിന്നെ കുരുമുളകാണ്. പിന്നെ നമ്മുടെ തേങ്ങാപ്പാല് ഒറ്റ പാലാണ് എടുത്ത് വെച്ചേക്കുന്നത്. പിന്നെ നമ്മുടെ ഇല വാട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സെറ്റ് ചെയ്യുന്ന പരിപാടിയല്ലേ ഓൾറെഡി ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഓക്കെ. അപ്പൊ നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട്. ഇല്ല ചൂടില്ല പോ. ചട്ടി വെച്ചിട്ടുണ്ട്. നമ്മുടെ പുതിയ ചട്ടിയാണ് ഗൈസ്. നമ്മൾ തുമ്പോളിപ്പള്ളിയിൽ നിന്ന് വാങ്ങിച്ച പുതിയ ചട്ടിയാണ്. ഇതേ അമ്മ നമുക്ക് അമ്മ പുതിയ ചട്ടിയല്ലേ അമ്മ? പുതിയ ചട്ടി.
അങ്ങനെ നമ്മുടെ പുതിയ ചട്ടിയാണിത്. അങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ നമ്മള് ചട്ടിയില് എണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇല വാട്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ വെച്ചിട്ടുണ്ട്, നമ്മള് ഇല വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇത്രയും കൂടെ സെറ്റ് ചെയ്ത് വെക്കാം. അങ്ങനെ നമ്മള് തേങ്ങാപ്പാൽ ഒഴിക്കാൻ പോകണം. അങ്ങനെ നമ്മൾ 1-ാം പാൽ ഒഴിച്ച് നമ്മള് മെയിൻ സെറ്റീവ് ആണ്. ഇനി ഇൻഗ്രീഡിയൻസ് കൂടെ നമുക്ക് ഇടണം ഗൈസ്. അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇൻഗ്രീഡിയൻസ് കാണിച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം ആയിട്ട് ഇനി ഇത് തിള വരണം. അത്രേ ഉള്ളൂ അല്ലേ? നമ്മുടെ വീട്ടിലൊരു ബർത്ത്ഡേക്കാരി വന്നിട്ടുണ്ട്. അതെ, ബർത്ത്ഡേക്കാര് വന്നിട്ടുണ്ട്. മിന്നേ അതെ, ഇതാണ് നമ്മുടെ ഇന്നത്തെ ബർത്ത്ഡേ ഗേൾ. ആവേ അതെ, ഇത് ഞങ്ങള് പുറത്തോട്ട് പോവാണ്. വേറൊരാൾ കൂടെ വന്നിട്ടുണ്ട്. അതിനെ അവിടെ ഫ്രീ കിട്ടിയതാ. അത് ചൊറിഞ്ഞോണ്ടൊക്കെ ഇരിക്കുന്നു. അത് കുളിക്കാറില്ല അതുകൊണ്ട്. അപ്പൊ അതെ, നമ്മളിപ്പോ പുറത്തോട്ട് പോകും. അതിനേക്കാളും മുന്നേ ഇത് സെറ്റ് ആക്കണം അല്ലേ ഗൈസ്? അങ്ങനെ നമ്മുടെ ഫിഷ് നിർവാണ ഫുള്ളി റെഡി ആയിട്ടുണ്ട്. ഫുള്ളി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മള് എന്തോ ആയിട്ടാ കഴിക്കാൻ പോണേ? എനിക്കറിയത്തില്ല. ഊഹാപോഹത്തിന് നമ്മൾ ചെയ്തതാണ്. അമ്മയോട് പറയണ്ട, അമ്മ വലിയ പൊന്നുമലം കൊടുത്ത് വെച്ചിട്ട്. ശരിയാ. ഇന്ന് ഞങ്ങൾ 3 പേരേ ഉള്ളൂ. സ്മെല്ലുണ്ട് കേട്ടോ. ഇനി നമ്മളിത് പാലപ്പൂവായിട്ട് കഴിക്കും. ചൂട് പാലപ്പവും നല്ല ഫിഷ് നിർവാണയും ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചതാണ്. പക്ഷെ ടേസ്റ്റിംഗ് കഴിഞ്ഞ്. അതെ, ടേസ്റ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയുണ്ട്? നമുക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് അതിഥികളുണ്ട്. സോ അവരെ ടേസ്റ്റ് ചെയ്തിട്ട് പറയട്ടെ എങ്ങനെയുണ്ട്. അങ്ങനെ ചേച്ചി സ്പെഷ്യൽ ഫിഷ് നിർവാണ സക്സസ് ആയിട്ടുണ്ടല്ലോ അല്ലേ? എങ്ങനെയുണ്ടടി? ഇത് കരിമീനാ? ഓ, എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടോ? ടേസ്റ്റ് ഉണ്ട്. പൊന്നേ കൊള്ളാമോ? പൊന്നേ ശ്രദ്ധിക്കണേ. പൊന്നേ കൊള്ളാവോ? എന്തിടി കൊള്ളാവോ? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? സംസാരിക്കുന്നുണ്ടല്ലോ. അതെ, എന്തോ ഭയങ്കര പുരാണത്തിലാണ്. അങ്ങനെ നമ്മുടെ അങ്ങനെ നമ്മുടെ ഫിഷ് നിർവാണ സക്സസ് ആയിട്ടുണ്ട്. പൊന്നെ കൊള്ളാവോ? എന്തോ അമ്മയുടെ മോന് വേണോ? മുള്ളു വരല്ലേ? മുള്ളില്ല. ചാറ് കൊള്ളാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അടിപൊളിയുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. തേങ്ങാപ്പാൽ എല്ലാം കറക്റ്റ് പരുവം, കറക്റ്റ് ഉപ്പ്, കറക്റ്റ് ഇത്. ഇല്ല കറക്റ്റാ. നല്ല ടേസ്റ്റ് ഉണ്ട്. അടിപൊളിയായിട്ടുണ്ട്. അപ്പം സക്സസ്. മാങ്ങയുടെ ഇതിന്റെ ടേസ്റ്റ് എടുത്തറിയുന്നുണ്ട്. അപ്പം ഇന്നത്തെ വൈകിട്ടത്തെ ഡിന്നർ സ്പെഷ്യൽ നമ്മുടെ അപ്പം, കക്ക അരച്ചി, ഫിഷ് നിർവാണ. അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ. ഒരു ബൈ.